ഏറെ കാലത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വരവേൽപ്പായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന് തിയേറ്ററുകൾ ലഭിച്ചിരുന്നത്. പതിവ് പോലെ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള വിവാദങ്ങളും കാര്യമായി തന്നെ ഉയരുകയും ചെയ്തു. പ്രമുഖ സോഷ്യൽ മീഡിയ റിവ്യൂവർമാർ നെഗറ്റീവ് പറഞ്ഞതായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. ചിത്രത്തിന് തിയേറ്ററുകളിൽ ആളുകൾ കയറുമ്പോൾ റിവ്യൂവർമാർ പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് പെരുമാറുന്നുവെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ഉയർത്തിയ ആരോപണമെന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ചില രാഷ്ട്രീയ വിഷയങ്ങളും വലിയ രീതിയിലാണ് ഉയർന്നു വന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ട് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത് വരികയുണ്ടായി. ഇതിനെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നത്. തുടർന്ന് MA ബേബിക്ക് ഈ വിഷയത്തിൽ വലിയ വിശദീകരണം നൽകേണ്ട സാഹചര്യം വരെ വന്നു. വിശദീകരണം നൽകിയതിനെ തുടർന്ന് വിവാദം അവസാനിക്കുന്നതല്ല. ദിലീപിനെ അനുകൂലിക്കുന്ന സംവിധായകൻ ശാന്തിവിള ദിനേശ് അടക്കമുള്ളവർ MA ബേബിക്കെതിരെ വിമർശനം ഉയർത്തുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ഒരാൾ ഇത്തരം വിമർശനങ്ങൾ കേട്ട് സ്വന്തം നിലപാട് തിരുത്താൻ പാടില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, എല്ലാവരും കൂടെ ദിലീപിനെ BJPയിൽ എത്തിക്കാനാണ് നീക്കമെന്നും ശാന്തിവിള ദിനേശ് ആരോപിക്കുകയുണ്ടായി. കോടതി ശിക്ഷ വിധിക്കാതെയും അതുപോലെ കുറ്റവാളി എന്ന് കോടതി പറയാത്തതുമായ ഒരു വ്യക്തിയുടെ സിനിമ കണ്ടുകൊണ്ട് നല്ലതെന്ന് പറയരുതെന്ന് കൽപ്പിക്കുന്ന സമൂഹത്തെ കണ്ട് ബേബി സഹാവ് പേടിച്ചോളൂ. പക്ഷെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പേടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബുക്ക് മൈ ഷോയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം വലിയ തോതിൽ വിറ്റുപോകുന്നുവെന്നാണ് പലരുടെയും പ്രശ്നമെന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ പറയാൻ പാടില്ലാത്ത പലതും ചാനലുകളിലൂടെ പറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു ലിബർട്ടി ബഷീർക്ക എന്ന വ്യക്തി. അദ്ദേഹമാണ് പറയുന്നത് തുടരും പോലെ ദിലീപിന്റെ സിനിമയ്ക്ക് മികച്ച സ്വീകരണം ലഭിക്കുന്ന പടം വിജയമാണെന്നതും. പക്ഷെ മറ്റു ചിലർക്ക് അതൊരിക്കലും ദഹിക്കുന്നില്ല. യുവരാജ് ഗോകുൽ എന്ന യുവമോർച്ച നേതാവിന്റെ പോസ്റ്റിൽ പ്രിൻസ് ആൻഡ് ഫാമിലി കോടികൾ നേടുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അതൊക്കെ പലർക്കും ഒരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ മുൻ മാധ്യമ പ്രവർത്തകനൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന ലേബലിലാണ് പ്രസംഗിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും അവസരവാദമാണെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ദിലീപിനെ BJP പാളയത്തിൽ എത്തിക്കുകയാണ് ഈ മാപ്രകളുടെ അജണ്ട എന്ന് ഞാൻ തുറന്നു പറയും. കോൺഗ്രസ് നേതാവും ആലുവ MLAയുമായ അൻവറിന്റെ അടുത്ത ആളുകൂടിയാണ് ദിലീപ് എന്ന വ്യക്തി. അൻവറിനെ ജയിപ്പിക്കുവാനായി എന്തും ചെയ്യുന്ന ആൾ കൂടിയാണ് ദിലീപ് എന്ന് അവിടുത്തെ പല നേതാക്കളും എന്നോട് പറയുകയും ചെയ്തു. മാത്രവുമല്ല, ഒന്നാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പങ്കെടുത്ത ഏക സിനിമാക്കാരൻ എന്നതും ദിലീപ് തന്നെയാണ്. അങ്ങനെയുള്ള ദിലീപിനെ മാപ്രകൾ വളച്ചൊടിച്ച് BJPയിൽ എത്തിക്കുകയാണ്. ദിലീപ് സിനിമയ്ക്ക് വേണ്ടി സംഘപരിവാർ ആഘോഷിക്കുന്നു, പരിശ്രമിക്കുന്നുവെന്നാണ് മധുവിന്റെ അടുത്ത കണ്ടുപിടുത്തം എന്നത്. സംഘപരിവാറുകാർക്ക് എന്തെങ്കിലും സിനിമ വിജയിപ്പിക്കണമെങ്കിൽ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയല്ലേ വിജയിപ്പിക്കേണ്ടതും. കാരണം അവരിൽ നിന്നൊക്കെ പിരിച്ചിട്ടാണല്ലോ ആ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുമോ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുകയുണ്ടായി.